വെടിനിർത്തലും സമാധാന ചർച്ചയും ബിഗ് ഡീലും ഒക്കെ പറഞ്ഞപ്പോഴും ഇറാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇതൊക്കെ വെറും കാപട്യമാണ്, ഇതൊന്നും കൊണ്ട് അവരിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചുകൂടാ, അതുകൊണ്ട് ഞങ്ങൾ സജ്ജരായി തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ എത്രയോ ശരിയായിരുന്നു. ചർച്ചയും ഡീലും അതുപോലെ തന്നെ ഓഫറുമൊക്കെ ഒരു വശത്ത് വെച്ചുകൊണ്ട് തൽക്കാലം അമേരിക്ക പിന്നോട്ട് മാറിയിട്ട് ഏത് അധിനിവേശവും ആക്രമണവും നടത്താൻ ഒരു നീതിയുമില്ലാത്ത ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ആണവ റിയാക്ടറും അതുപോലെ തന്നെ അതിൻ്റെ ക്രമീകരണങ്ങളിലേക്കുമൊക്കെ ആക്രമിച്ചു. തിരിച്ചിറാൻ കൊടുത്തത് അബുദാബിക്കും പിന്നെ അതുകൂടാതെ ഇസ്രയേലിലെ ആൾതാമസമുള്ള ജനവാസ മേഖലയിലേക്കുമാണ്. ജനവാസ മേഖലയിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ച് നിരവധി കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകരുന്ന സ്ഥിതിവിശേഷത്തിലേക്കുമെത്തി. പശ്ചിമേഷ്യ തീർക്കാനല്ല, കത്തിക്കാനാണ് ഇവരുടെ ശ്രമം. അതിൽ തകർന്നു പോകുന്നത് ലോക സമ്പദ് വ്യവസ്ഥയാണ്. വെറും 2 മാസത്തെ ഇന്ധനം മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് പോലും സ്റ്റോക്കുള്ളത്. അതൊരല്പം മേനി പറഞ്ഞു വെക്കുന്നതാണ്. 1 മാസത്തിനേക്കപ്പുറത്തേക്ക് പോയാൽ ലോകം നിശ്ചലമാകുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴും ഈ 2 ഭ്രാന്തന്മാരെയും നിയന്ത്രിക്കാൻ ഒരു ആളുമില്ലാത്ത സ്ഥിതിയിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നു പോകുന്നത്. അടിച്ചു തീർക്കാൻ തന്നെയാണ് ഇറാനും നിൽക്കുന്നത്. അവർ നശിച്ചാൽ ലോകത്തെ നശിപ്പിച്ച് അവർ പിന്മാറൂ എന്ന തരത്തിൽ. അവരെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ആരും ജീവിക്കണ്ട എന്ന നിലപാടിലാണ് നിൽക്കുന്നത്. പശ്ചിമേഷ്യൻ സംഭവങ്ങൾ അല്പം ശാന്തമായി അത് വെടിനിർത്തലിലേക്ക് പോയി 3 ദിവസം കഴിഞ്ഞത് 10 ദിവസത്തേക്ക് നീട്ടി എല്ലാം ഭംഗിയായി തീരുമെന്നും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നും എനിക്ക് വലിയ സമ്മാനം തന്നെന്നും ഒക്കെ വായിക്കും വാക്കിനും ഒന്നും ഒരു നെറിയില്ലാത്ത ട്രംപ് വിളിച്ചു കൂവിയിരുന്നു. അന്നേ ഇറാൻ പറഞ്ഞിരുന്നു, ഇത് വെറും വാചാടോപം മാത്രമാണ്, ഇതിലൊരു വാസ്തവവുമില്ല, യവൻ തന്ത്രശാലിയാണ്, അനീതി കാണിക്കുന്നവനാണ്, യവനിൽ നിന്നൊരിക്കലും നീതി പ്രതീക്ഷിച്ചുകൂടാ എന്ന് പറഞ്ഞിരുന്നു. അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്നതാണ് ഇസ്രയേൽ വീണ്ടും ആക്രമിച്ചത്. ഈ ആക്രമിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയുമോ? ഡിമോണയിലൊക്കെ അടിച്ചടപ്പിളക്കിയതിൻ്റെ വേദന ചില്ലറയല്ല, അറാദിൽ ആക്രമിച്ചതും ചില്ലറയല്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കടന്ന് ചെയ്ത് വേണം അവസാനിപ്പിക്കാൻ. അതിൽ കടത്തി ചെയ്യാനുള്ള ഒരു അവസരം തേടിയാണ് ഈ ആണവ റിയാക്ടറിലും അതുപോലെ തന്നെ അതിൻ്റെ സംവിധാനങ്ങളിലും അടിച്ചത്. ഇറാനും അതിശക്തമായി തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല, അമേരിക്കയും ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രികളിലും അടുത്തുള്ള നാട്ടുകാർ ഒഴിഞ്ഞു പോകണമെന്നും അവിടുന്ന് മാറി താമസിക്കണമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. എന്ന് വെച്ചാൽ അവിടെ കനത്ത രീതിയിലുള്ള ആക്രമണം നടത്തും എന്നാണ് പറയുന്നത്. അവരുടെ മിസൈൽ ശേഷി തീർന്നു, അവരുടെ സാങ്കേതികവിദ്യയെല്ലാം തുരുമ്പിച്ചു എന്ന് പറയുമ്പോഴും വളരെ ബൃഹത്തായ രീതിയിലാണ് ഇന്നും ക്ലസ്റ്റർ മിസൈൽ ഇറാനിൽ അടിച്ചത്, ഇന്നും ക്ലസ്റ്റർ മിസൈൽ ഇസ്രയേലിൽ അടിച്ചത്. അതും ജനവാസ മേഖലയിലാണ് അടിച്ചതത്രേ. ഇതുവരെ അത് ഒഴിവാക്കിയാണ് അടിക്കുന്നത്. 210ഓളം കുഞ്ഞുങ്ങളെ കൊന്ന സംഭവത്തിന് ശേഷം പോലും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കാതിരുന്നപ്പോൾ ഇനി മുൻപിൻ നോക്കാനില്ലാത്ത അടിയിലേക്കാണ് പശ്ചിമേഷ്യ പോകുന്നത്. അതിൽ തകർന്നു പോകുന്നത് മിഡിൽ ഈസ്റ്റ് ആകെയാണ്. മിഡിൽ ഈസ്റ്റ് ആകെ തകർന്നാൽ മുഴുവൻ തകരുന്നത് ലോകത്തിൻ്റെ ആകെ സമ്പദ് വ്യവസ്ഥയുമാണ്.